എൻ്റെ പേര് ഷിജു എന്നാണ്. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ നായരമ്പൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ജൂൺ മാസം 25-ാം തീയതിയാണ്. ഇതെൻ്റെ 3ാമത്തെ ഉടമ്പടി സാക്ഷിയാണ്. ഒരു തവണയാണ് ഞാൻ അൾത്താരയിൽ പറഞ്ഞത്. ആദ്യത്തെ തവണ എനിക്ക് പറയാനായിട്ടൊരു സാഹചര്യം ലഭിച്ചില്ല. അപ്പോൾ ഞാൻ പറയാനായിട്ടിരിക്കുന്നത് എൻ്റെ ഒരു ഭവനമില്ലായിരുന്ന സാഹചര്യത്തിൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും മാതാവിനോട് പ്രാർത്ഥിച്ച് ഇരുന്നതിന് ഫലമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സാലറി വാങ്ങുന്ന ബാങ്കിൽ നിന്ന് ഒരു ലോണിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. പക്ഷേ ഞാൻ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് എനിക്കത് നിരസിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഞാനത് വീണ്ടും ആഗ്രഹിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് എന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ യാതൊരുവിധ അക്കൗണ്ട് പോലും ഇല്ലാതിരുന്നൊരു ബാങ്കിൽ നിന്ന് എനിക്ക് വീടിന് ലോൺ അനുവദിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഒരു വ്യക്തി വിളിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ശേഷം എൻ്റെ സിവിൽ സ്കോർ അവർ നോക്കിയതിന് ശേഷം എനിക്ക് എമൗണ്ട് വളരെ കുറവേ തരികയുള്ളൂ എന്നാണ് അവർ അറിയിച്ചിരുന്നത്. പക്ഷെ അവർ തരുന്ന ആ ഒരു എമൗണ്ടിന് എനിക്ക് വീട് പണി പൂർത്തിയാക്കുക എന്നുള്ളൊരു സാഹചര്യം അന്ന് നിലവിലുണ്ടായിരുന്നില്ല. വീണ്ടും ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ വീട് വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ആ ഒരു പ്രോപ്പർട്ടിയിൽ പോയി 4 അതിലും ഉടമ്പടി ഉപ്പ് സ്ഥാപിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതലൊരു തുക തന്ന് അവർ ബാങ്കിൽ നിന്ന് എന്നെ സഹായിക്കുകയും നല്ലൊരു ഭവനം പണിയർന്ന് എനിക്കത് വരയിൽ കയറുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇത്രയും ചെയ്ത ദൈവമാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷി എന്ന് പറയുന്നത് ഒരു രോഗസൗഖ്യമാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഹാംഫുള്ളായിട്ടുള്ളൊരു കെമിക്കൽ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യത്തിൽ എൻ്റെ ഒരു കൂടെ ജോലി ചെയ്യുന്നൊരു സുഹൃത്തിൻ്റെ നിന്ന് കൈ വഴുതി അത് ബോട്ടിൽ താഴെ വീഴുകയും അത് ആ ഒരു ലിക്വിഡ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലിക്വിഡ് എൻ്റെ കണ്ണിലേക്ക് വീഴുകയും ചെയ്തു. ആ സമയം എനിക്ക് വളരെ പുകച്ചിലും വേദന അനുഭവിച്ചെങ്കിലും ഞാൻ ഉടനെ കണ്ണ് കഴുകിയപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയായിരുന്നു. ശേഷം വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയ സമയത്ത് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഫ്രണ്ടിൽ പോണ വണ്ടികളുടെ ബോർഡോ അല്ലെങ്കിൽ ഒരു സാധനം എനിക്ക് കാണാനായിട്ട് പറ്റില്ല. പിറ്റേന്ന് ഞാൻ ഉടനെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഡോക്ടർ പറഞ്ഞ് കണ്ണിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അവരുടേതായ ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് കണ്ണട വെക്കേണ്ടി വരും. അപ്പോൾ അത് കണ്ണട വെച്ചാൽ തന്നെ പരിപൂർണമായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് റിക്കവർ ചെയ്ത് പിന്നീട് കണ്ണട വേണ്ടാത്തൊരു സാഹചര്യത്തിൽ പോകാൻ പറ്റുമെന്ന് ഒരിക്കലും ഉറപ്പ് പറയാനൊന്നുമില്ല. എന്നിരുന്നാലും ഇപ്പോഴത്തെ നിലയിൽ നിങ്ങൾക്ക് കണ്ണ് കാണണമെന്നുണ്ടെങ്കിൽ കണ്ണട വെച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്കാണെങ്കിൽ കണ്ണട വെക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടും പിന്നെ ഈ ഒരു പ്രായത്തിൽ നല്ലൊരു പ്രായത്തിൽ തന്നെ കണ്ണട വെച്ച് എന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനായിട്ട് വളരെ പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിപ്പോഴേ ഈ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ കണ്ണട വെച്ച് നടക്കണ്ട. ഞാനപ്പോൾ ഉടമ്പടി തൈലം ആ കണ്ണുകളിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അധികം വൈകാതെ തന്നെ ആ കണ്ണിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായും മാറിക്കിട്ടി. അപ്പോൾ എനിക്ക് ഇതുവരെ ഞാൻ ആ ഡോക്ടർ പറഞ്ഞതിന് ശേഷം കണ്ണട വെക്കുകയോ അല്ലെങ്കിൽ അവർ പറഞ്ഞ തുള്ളി വരുന്നോ അല്ലെങ്കിൽ യാതൊരുവിധ മെഡിക്കലായിട്ടുള്ള ഒന്നും തന്നെ ഉപയോഗിച്ചില്ല. എനിക്ക് കണ്ണട പോലും ഒരു നിമിഷം പോലും വെക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല. ആ ഒരു ഉടമ്പടി തൈലം പുരട്ടി തന്നെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് പരിപൂർണമായിട്ടുള്ള സൗഖ്യം തന്നതിനെ അനുഗ്രഹിച്ചു. ഇത്രയും ചെയ്തെന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാനിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് 2-3 കൊല്ലത്തിൽ കൂടുതലാണെങ്കിൽ പോലും ആദ്യകാലങ്ങളിൽ തന്നെ എനിക്ക് ജപമാല ചൊല്ലുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അത് എന്താ പറയുക, അരമണിക്കൂർ കൊണ്ട് തീരുമെങ്കിലും എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ വന്നിരുന്ന സംഭവം തന്നെയായിരുന്നു. പള്ളിയിൽ പോകുമെങ്കിലും ജപമാല ചൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് കാരണന്മാർ ചെയ്യേണ്ട പരിപാടിയാണെന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. വീട്ടിലെ അമ്മമ്മയും അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ ഈ എന്താ പറയുക വീട്ടിൽ കാല് നീട്ടി വെച്ചിരുന്ന് ചെല്ലേണ്ട ആൾക്കാർ ചെയ്യേണ്ട പ്രാർത്ഥനയെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക വണ്ടി ഓടിക്കുമ്പോഴും ഒരു ഒറ്റയ്ക്കിരിക്കുന്ന സാഹചര്യങ്ങളായിപ്പോലും കൊന്ത ചെല്ലാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കൂടാതെ ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഒത്തിരി തവണ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഫാദർ ഉടമ്പടി എടുത്തില്ലെങ്കിൽ പോലും പുള്ളിക്ക് വീട്ടിൽ ജപമാല ചൊല്ലുമ്പോൾ ഒത്തിരി മടുപ്പുള്ള വ്യക്തിയായിരുന്നു. എന്നിരുന്നാലും പുള്ളി ഞാൻ ഈ ഉടമ്പടി എടുത്തിരുന്ന സമയത്ത് പുള്ളി ഒരു താല്പര്യം എന്നോട് കാണിച്ചിരുന്നില്ല. ഈ പ്രാർത്ഥന ചെല്ലുമ്പോഴും പുള്ളി ഒരു എന്താ പറയുക ഇതൊരു ഈ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കച്ചവടമല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പുള്ളി അവസാനം എന്നെ ഇതിന് ഉത്സാഹപ്പെടുത്തിയിരുന്ന ആൾ പിന്നെ പിറ്റത്തെ കൊല്ലം എൻ്റെ പ്രാർത്ഥന കണ്ട് എൻ്റെ കൂടെ ജപമാല റാലിക്ക് വന്ന് പുള്ളി ജപമാലയെല്ലാം തുടങ്ങി.
അപ്പോൾ ഞങ്ങളോട് കൂടെ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഇവിടെ നിന്ന് കിട്ടിയിരുന്ന പത്രങ്ങൾ ആദ്യമേ കൊടുക്കാനായിട്ട് എനിക്ക് വളരെ ഭയമായിരുന്നു. ആളുകൾ വല്ലതും പറയുമോ എന്നൊക്കെ ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഇവിടെ ഗ്രാജുവലി അത് മാറി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാനിപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടു കൂടെ കൊടുക്കാൻ തുടങ്ങി. ആദ്യം ഒരു നോട്ടീസ് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അവർ പറയുമെന്ന് വിചാരിച്ച് കൊടുത്ത് വേഗം മാറിയിരുന്ന ഞാൻ ഇപ്പോൾ എല്ലാം മാതാവിനെക്കുറിച്ച് സംസാരിക്കുകയും എൻ്റെ അനുഭവങ്ങൾ പറയുകയൊക്കെ ചെയ്തു തുടങ്ങി. മാത്രമല്ല ആദ്യകാലങ്ങളിൽ നമുക്ക് തന്നിരുന്ന പത്രങ്ങൾ മാത്രം കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പലപ്പോഴും ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറയാറുണ്ട്, വിശേഷവിധിയായി എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. പിന്നെ വിശേഷവിധിയായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് വൈപ്പിലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. വല്ലാറമ്പുഴ പള്ളി വളരെ അടുത്താണ് എനിക്ക്. അപ്പോൾ എങ്ങനെ വന്നാലും പള്ളിയിൽ ചെല്ലുമ്പോൾ ഏത് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിലായാലും 2 കെട്ട് പത്രം ഉണ്ടാവും. ഞാനതെല്ലാം കൂടി എടുത്ത് അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഹാർബറിനടുത്താണ്, ഹാർബറിലും മറ്റും കൊടുത്തു. ആദ്യമൊക്കെ ആരും തന്നെ വാങ്ങില്ലായിരുന്നു. പിന്നെ അനുഭവങ്ങൾ പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പലരും അക്രൈസ്തവർ പോലും നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടി സംസാരിച്ചത് വാങ്ങാനായിട്ടൊക്കെ തുടങ്ങി. കൂടാതെ ഈ പലരും തന്നെ ആദ്യമേ തന്നെ മോശമായിട്ട് സംസാരിച്ചിരുന്ന പലരും വീണ്ടും കണ്ടപ്പോൾ അത് പേപ്പർ ചോദിച്ചു വാങ്ങിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആളുകൾ. കൂടാതെ എന്നോട് ഇതുവരെ ഞാൻ പേപ്പർ കൊടുത്തതിൽ കുറച്ച് രൂക്ഷമായിട്ട് സംസാരിച്ചത് ഒരു ഓട്ടോ ഡ്രൈവർ പുള്ളി പറഞ്ഞത് മാതാവില്ല. പുള്ളി സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പുള്ളി പ്രൊട്ടസ്റ്റൻ്റുകാരനാണ്. കർത്താവുണ്ട് പക്ഷേ മാതാവില്ല എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ്. പക്ഷേ ആ സമയം ഞാനത് പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി യാതൊരു രീതിയിലും എന്നോട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണില്ല. പക്ഷേ ലാസ്റ്റ് ഞാനിങ്ങനെ സംസാരിച്ച സമയത്ത് മാതാവാണ് ആരോ എന്നോട് ഉള്ളിൽ പറഞ്ഞു, മാതൃത്വം ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ക്രിസ്മസിനെ കുറിച്ചാണ്. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, മാതാവിൽ വിശ്വസിക്കില്ല. പുള്ളിയോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ക്രിസ്മസ് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായേ? പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഔസേപ്പിതും മാതാവും ബെത്ലഹേമിൽ പോയതും മാതാവ് പ്രസവിച്ചൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷേ മാതാവിന് മാത്രം പുള്ളിക്ക് വിശ്വാസമില്ല. മാതാവ് പ്രസവിച്ച് യേശുവിനെ പ്രസവിച്ച് വരെ അവർ പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് മാതാവിൽ വിശ്വാസമില്ല. പക്ഷേ ഞാനിത് കംപ്ലീറ്റ് പറഞ്ഞു. ലൂക്കായുടെ വിശുദ്ധലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണിത്. ഞാനത് പരിപൂർണമായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഓട്ടോ സ്റ്റാൻഡിലാണ്. അപ്പോൾ എന്നോട് മുന്നേ ആ ഓട്ടോയുടെ മുന്നിൽ കിടന്ന ഓട്ടോറിക്ഷ വെച്ചിരുന്ന പലരും അക്രൈസ്തവരായിരുന്നു. അവർ പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങി. പക്ഷേ പുള്ളി അത് വാങ്ങിയെന്നില്ല മാത്രമല്ല ഇത്രയും നേരം എന്നോട് ഡിബേറ്റ് നടത്തുകയും ചെയ്തു. ലാസ്റ്റ് ഞാൻ പറഞ്ഞ ആ ഒരു വചനത്തിൽ പുള്ളി പെട്ടുപോയി. പുള്ളി മറ്റുള്ള അക്രൈസ്തവരായിട്ടുള്ളവർ വന്ന് പുള്ളിയോട് പറഞ്ഞു, അവർ ചിക്കൻ പറഞ്ഞാൽ ശരിയല്ലേ, കാരണം ക്രിസ്മസ് ഇന്നതാണെന്ന് അല്ലെങ്കിൽ മാതാവ് പ്രസവിച്ചാണെന്ന് അക്രൈസ്തവർ വരെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി വിശ്വസിക്കില്ല. ലാസ്റ്റ് പുള്ളി തോറ്റുപോയി. അവസാനം പുള്ളി എന്നെ പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് പുള്ളിക്ക് ഇത്രയും നാൾ വിശ്വസിച്ചിരുന്ന ആ ഒരു വിശ്വാസത്തിൽ നിന്ന് പുള്ളി മാറിപ്പോയി. മാതാവ് ഇല്ലെന്ന് പറഞ്ഞ ആൾ മാതാവുണ്ടെന്ന് പറയേണ്ടി വന്നു. ഇത്രയും സാധനം നന്ദിയാണ് അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാം തിരുവചനം. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ജിജോ എന്ന ഈ സഹോദരൻ ഈ അൾത്താരയിൽ 2ാമത്തെ സാക്ഷ്യമാണ് ഏറ്റുപറയുന്നത്. ഉടമ്പടിയുടെ തനത് സ്വഭാവമായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ആ സ്വഭാവത്തിൽ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച വലിയ 2 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഈ സാക്ഷ്യത്തിൽ ഏറ്റുപറയുന്നത്. ഒരു ഭവനം എന്ന ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഈ മകൻ ഇന്ന് സിൽവർ ഗ്രേയിൽ എത്തി നിൽക്കുന്ന ഒരു ഉടമ്പടി ജീവിതക്കാരനാണ്. അദ്ദേഹത്തിന് തൻ്റെ സാലറിയുടെ അടിസ്ഥാനത്തിൽ സിവിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് ലോൺ എടുക്കാനുള്ള യാതൊരു സാധ്യതകളും ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ള ആ ഒരു ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ യാതൊരു ട്രാൻസാക്ഷനും ഇല്ലാതിരുന്ന ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന് ലോൺ എടുക്കാൻ സാധിച്ചൊരു നല്ല ഭവനം പണി തീർക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. നാം ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഈശോയെ അറിയിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ അറിയിക്കുന്നത്. ഈശോ നമുക്ക് ഒരു തീരുമാനങ്ങൾ നൽകുകയും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ എല്ലാം ഈശോ ക്രമീകരിക്കുകയും ചെയ്യുന്നത് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ, ഉടമ്പടി മക്കളിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ കണ്ണിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ണിലേക്കൊരു കെമിക്കൽ വീണതിനെ പ്രതി അദ്ദേഹം ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ണട വയ്ക്കേണ്ട
ഒരു അസ്വസ്ഥതയിലേക്ക് ഡോക്ടർ അഡ്വൈസ് ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുവായ ഉടമ്പടി തൈലം പൂശി അദ്ദേഹം വളരെ കോൺഫിഡൻസോടുകൂടി ഡോക്ടറോട് സംസാരിക്കുവാനുള്ള ഒരു വലിയ മനോധൈര്യം അദ്ദേഹത്തിനുണ്ടായി. ഞാൻ ഉടമ്പടിയിലാണ്, അതുകൊണ്ട് എനിക്കൊരു കോൺസ്റ്റൻറ്റ് യൂസിൻ്റെ കണ്ണട ആവശ്യം വരില്ല എന്ന് അദ്ദേഹത്തിന് വളരെ ബോധ്യത്തോടും വളരെ വിശ്വസ്തയോടും വിശ്വാസത്തോടു കൂടി പറയാൻ സാധിക്കുന്നത് ഉടമ്പടിയിൽ ജീവിക്കുന്നതിൻ്റെ ഉറപ്പാണ്. കാരണം അദ്ദേഹം വിശേഷവിധിയായി സിൽവർ ഗ്രേയിലെത്തിയ മക്കൾ ഒരിക്കലും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാത്തവരാണ്. കാരണം സിൽവർ ഗ്രേയിലെത്തുമ്പോൾ അവർക്ക് ഇനി ഭൗതിക ആവശ്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കിനി ഈശോ മാത്രം മതി, എനിക്ക് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം മാത്രം മതി എന്ന് എത്തുന്ന ഒരു സ്റ്റേജാണ് ഇവിടെ ഉടമ്പടിയിലെ സിൽവർ ഗ്രേ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ മകനെ അങ്ങനെയൊരു കൃപയിലേക്ക് എത്താൻ പരിശുദ്ധ അമ്മ അനുവാദം നൽകിയിരിക്കുകയാണ്. നമ്മുടെ ഉടമ്പടി ജീവിതം വളരെ ശക്തമാണോ? ഈശോയിലുള്ള വിശ്വാസവും അവിടുത്തെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ജ്ഞാനവും അവിടുത്തെ കുറിച്ച് പങ്കുവയ്ക്കാനും ഉള്ള വലിയ കൃപയുമെല്ലാം ഒരു പരിശുദ്ധ അമ്മയെ വിശ്വസിക്കാത്ത മക്കൾക്ക് അത് ബോധ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള കൃപ, ഒരു വലിയ ജ്ഞാനം ഇന്ന് മകന് ലഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ദൈവിക കാര്യങ്ങളോ തിയോളജിക്കൽ കാര്യങ്ങളോ പറയുമ്പോൾ നാം ഒരു പക്ഷേ സ്റ്റക്കായി പോകുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മോട് സംസാരിച്ചുകൊണ്ട് അതിന് കൃത്യമായ ഉത്തരം നൽകാൻ. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കേണ്ടത് എന്താണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ എന്ത് പറയണമെന്ന് ആലോചിച്ച് നിങ്ങൾ അധൈര്യപ്പെടേണ്ട. കാരണം പരിശുദ്ധാത്മാവ് കൃത്യസമയത്ത് നിങ്ങളിൽ നിറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. യൂദായാലും സമറിയായാലും ലോകം മുഴുവനിലും നിങ്ങൾ എനിക്ക് വേണ്ടി സാക്ഷികളായിരിക്കും. അതിനുള്ള ഒരു തീരുമാനം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് നമുക്ക് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമില്ല. കാരണം ഈശോ നമ്മോടുകൂടെ വസിക്കുകയാണ്. പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് നമുക്കുള്ള എല്ലാ സുഹൃതങ്ങളും ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരികയാണ്. ജിജോയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, പ്രത്യേകിച്ചും കണ്ണ് സംബന്ധമായ കാഴ്ച കുറവുള്ളവരും സർജറിക്ക് വിധേയരാകുന്നവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭവനങ്ങളില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭവനം നിർമ്മിക്കാൻ തടസ്സപ്പെട്ട് നിൽക്കുന്നവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.